again the politics of feeling that you can put yourself in the place of a little child who cannot hear. ഇതെന്ന് പറയുന്നതാണ് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കേൾക്കാൻ സാധിക്കാത്ത ഒരു കുഞ്ഞു കുട്ടിയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ച് അതിനെ മനസ്സിലാക്കുന്ന രാഷ്ട്രീയം. I fight the RSS ideologically. I fight the CPM ideologically. ഞാൻ RSSനെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു. ഞാൻ CPMനെ പ്രത്യയശാസ്ത്രപരമായി എതിർക്കുന്നു. And I fight them in the realm of ideas. ഞാൻ അവരോട് എതിർക്കുന്നത്, അവരോട് പോരാടുന്നത് ആശയങ്ങളുടെ ഒരു തലത്തിലാണ്. And I fight them in the realm of speech. ഞാൻ അവരെ എന്റെ സംസാരത്തിൽ, പ്രസംഗത്തിലാണ് അവരെ ഞാൻ ആശയപരമായി എതിർക്കുന്നത്. But my biggest complaint with them is that they do not have feelings for people. എനിക്ക് അവരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് RSSനും CPMനും ജനങ്ങളെ കുറിച്ചുള്ള വികാരങ്ങൾ, ചിന്തകൾ അവർക്കില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പരാതി. You can give whatever speeches you want, you can have whatever ideas you want. If you do not feel for people, if you are not ready to connect with people, if you are not ready to hug people, you cannot be a leader. നിങ്ങൾക്ക് ഒരുപാട് പ്രസംഗിക്കാൻ സാധിക്കും, ഒരുപാട് ആശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കും. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ സ്നേഹമില്ലെങ്കിൽ, അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഫീലിംഗ് മനസ്സിലുണ്ടായില്ലെങ്കിൽ, അവരെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ, അവരെ പുണരാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു നേതാവാകാൻ സാധിക്കില്ല. And so that is my biggest complaint, that if you are in politics, feel what people are thinking, listen to people, touch people. And that is really the tragedy in Indian politics today. Very few people are actually feeling what others are feeling. എന്റെ ഏറ്റവും വലിയ പരാതിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തവും ഇതാണ്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിൽക്കുകയാണെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ പറ്റണം, അവർക്ക് വേണ്ടി നിങ്ങളുടെ മനസ്സിൽ വികാരങ്ങൾ ഉണ്ടാവാൻ പറ്റണം, അവരെ തൊടാൻ പറ്റണം, അവരെ പുണരാൻ പറ്റണം. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്റെ. And it's an honor for me to come here and speak to you about Oommen Chandy ji. So, true politics is not about what you say or what you think. It is about your ability to feel what people are feeling. രാഷ്ട്രീയം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നതല്ല, നിങ്ങൾ ചിന്തിക്കുന്നതുമല്ല. അതിലുപരിയായി മനുഷ്യരുടെ ഉള്ളിൽ എന്താണ് തോന്നുന്നത്, അവരുടെ വികാരങ്ങൾ എന്താണെന്ന് സ്വയം അനുഭവിക്കാനുള്ള നിങ്ങളുടെ കഴിവിലൂടെയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. And if you want to feel what other people are feeling, you have to curtail your greed, your anger, your own fear. മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത്, അവർ അനുഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ അത്യാഗ്രഹം, നിങ്ങളുടെ ദേഷ്യം, ഇതൊക്കെ നിങ്ങൾക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ അത് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. If you want to feel what a farmer is feeling, you have to kill your ambition. You have to kill what you think he can give you. ഒരു കർഷകൻ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, അത് അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ അത്യുന്നതിക്കുള്ള ഉത്കർഷേച്ഛയെ നിങ്ങൾ ഇല്ലാതാക്കി നിങ്ങൾക്ക് ആ മനുഷ്യനെ പറ്റി ചിന്തിക്കാൻ സാധിക്കണം. So now with little bit of experience, whenever a politician comes to me, young Congress politicians come to me, I listen to what they say, I listen to how well they say it, but I'm looking actually about whether they feel for other human beings. Because in my 21 years of political life, one of the masters of politics of feeling was Oommen Chandy ji. കാരണം എന്റെ 21 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ മനുഷ്യന്റെ വികാരങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഇത്രയധികം അഗ്രഗണ്യനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ശ്രീ ഉമ്മൻ ചാണ്ടി ജി തന്നെയായിരുന്നു. I literally saw him. And maybe a lot of people in Kerala will not understand this because they did not see him from inside. I literally saw him kill himself for the people of Kerala. കാരണം ഒരുപക്ഷെ കേരളത്തിലെ പകുതി ആളുകൾ അത് അകത്തു നിന്ന് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ യഥാർത്ഥത്തിൽ കണ്ടു അദ്ദേഹം എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വയം ഇല്ലാതാക്കിയതെന്ന് അകത്തു നിന്ന് കണ്ട ആളാണ് ഞാൻ. And I remember when I came on, I think it was the Bharat Jodo Yatra, and everybody had said, the doctors had told me, everybody had said Oommen Chandy cannot walk in the Yatra.
ഞാൻ ഓർക്കുകയാണ് ഭാരത് ജോഡോയുടെ സമയത്ത്, ഭാരത് ജോഡോ യാത്ര സമയത്ത് ഇവിടെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, ഡോക്ടേഴ്സും പറഞ്ഞു, ഉമ്മൻചാണ്ടിജിക്ക് ഭാരത് ജോഡോ യാത്രയുടെ കൂടെ നടക്കാൻ അദ്ദേഹം നടക്കരുതെന്ന് തന്നെ പറഞ്ഞു. And I went to tell him, I said, listen, you cannot walk. ഞാൻ അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞു, ശ്രദ്ധിക്ക്, താങ്കൾക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല, നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. And he refused. പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല. He said, I am going to walk. അദ്ദേഹം പറഞ്ഞു, ഞാൻ നടക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. And then I had to force him only to walk a limited amount. അന്നേരം ആ സമയത്ത് എനിക്ക് അദ്ദേഹത്തെ നിർബന്ധിക്കേണ്ടി വന്നു. കുറച്ചു ദൂരം മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ എനിക്ക് നിർബന്ധിക്കേണ്ടി വന്നു. And you will not believe it, we had to literally forcibly take him into the car. ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല, അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് തിരിച്ച് അദ്ദേഹത്തെ ഞങ്ങൾ